ഇന്ന് രാവിലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പക്ഷേ എനിക്കിത് ഒട്ടും സന്തോഷം തോന്നുന്നില്ല. ഇതൊരു പ്രാർത്ഥനാ നയതന്ത്രം എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇവിടെ കേക്ക് നയതന്ത്രം, അതിന്റെ മറ്റൊരു രൂപം പ്രാർത്ഥനാ നയതന്ത്രം. ഈ പ്രാർത്ഥനാ നയതന്ത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ അർത്ഥമാക്കുന്നത്? ഇനി വരാൻ പോകുന്ന ഇലക്ഷന് മുമ്പുള്ള ഒരു നയതന്ത്ര കാര്യങ്ങൾ മാത്രമേ ഇതുള്ളൂ. ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജധർമ്മമാണ്. രാജധർമ്മം എന്താണ്? ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും സുരക്ഷയാണ്, തുല്യനീതിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്തല്ലേ ഈ കരോൾ ആക്രമണം നടന്നത്? അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം ഇത് അറിയാഞ്ഞിട്ടാണോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത്ര മണിക്കൂറായിട്ടും ഈ പറഞ്ഞ ആരുടെ നേരെയും ഒരു അറസ്റ്റോ ഒന്നും നടന്നിട്ടില്ല. പഞ്ചു ഭാർഗവ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് BJPയുടെ. ആക്രമിച്ചത് ആരെയാണ്? ഒരു പ്രാർത്ഥനാ സംഘത്തിലെ കാഴ്ച പരിമിതിയുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ അത് പല രീതിയിൽ അത് ക്രൈമാണ്. പക്ഷെ എന്തെങ്കിലും നടന്നോ? ഛത്തീസ്ഗഡിൽ ഈ ദിവസങ്ങളിൽ എത്രമാത്രം ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ബന്ദ് നടത്തുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അറിയുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് കേരളത്തിന്റെ BJP നേതാവ് പറഞ്ഞെന്താണ്? ചില വട്ടന്മാരുടെ ഒരു പ്രശ്നമാണ് ഇതെന്നാണ്. ഈ വട്ടന്മാരെ നിലക്ക് നിർത്തുന്നത് ആരാണ്? ഈ ഈ രാജ്യമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണകൂടമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? അരമനകളിൽ വന്ന് കേക്ക് തരാനും അതുപോലെ തന്നെ കത്തീഡ്രലിൽ പോയി വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ എളുപ്പമാണ്. അരമനകളിൽ ക്രിസ്മസ് ആഘോഷം എളുപ്പമാണ്. പക്ഷെ നമുക്കിവിടെ ക്രിസ്മസിന്റെ സുരക്ഷ വേണ്ടത് കാലിത്തൊഴുത്തിലാണ്. രക്ഷകൻ ജനിച്ചതും കാലിത്തൊഴുത്തിലാണ്. ഈ കാലിത്തൊഴുത്തിൽ സുരക്ഷ കൊടുക്കാതെ അരമനകളിലും കത്തീഡ്രലുകളിലും ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ ക്രിസ്ത്യാനികളെ പറ്റി മാത്രമല്ല പറയുന്നത്, അത് ഇവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങളിൽ കൂട്ടത്തിൽ ദളിതരുണ്ട്, സ്ത്രീകളുണ്ട്, ആക്രമിക്കപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് മാത്രം ചുരുക്കരുത്. UP-യിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം പള്ളികൾ മറയ്ക്കണമെന്ന് ഉത്തരവ് കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണിത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇത് അറിയുന്നില്ലേ? നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇത് അറിയുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ ആശങ്കയും ദുഃഖവുമാണുള്ളത്.